ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 2026 ഇന്ന് നമ്മൾ അഖീദയാണ് ചർച്ച ചെയ്യുന്നത്. അഖീദയിലെ മോഡൽ ചോദ്യങ്ങളും ഇതിനുള്ള ഉത്തരങ്ങളുമാണ്. വളരെ ശ്രദ്ധയോടുകൂടെ ചോദ്യങ്ങൾ വായിക്കുകയും ചോദ്യങ്ങൾ മനസ്സിലായതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്ന മറ്റു പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചാനൽ കാണുന്ന ഓരോ കുട്ടികളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സംശയങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് പ്രത്യേകമായ വലിയ അവസരമാണ് സമ്മാനം ലഭിക്കാനുള്ള. വീഡിയോ കാണൂ സമ്മാനം നേടൂ എന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, സമ്മാനം നേടാവുന്നതാണ്. നേരെ വിഷയത്തിലേക്ക് അടുക്കുകയാണ്. അഖീദയിൽ ഒന്നാമത്തത് യോജിപ്പിക്കാം. 5 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തത്, ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന. ആരാധനയാണെന്ന വിശ്വാസത്തോടെയാണ് അള്ളാഹുവിനോട് തേടുന്ന ആ ഒരു സഹായം. അതിന് ദുആ എന്നാണ് പറയുക. ദുആ, അതിൻ്റെ ഉത്തരം മേലെ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് ദുആ എന്ന് എഴുതുക. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം. അത് ഉത്തരം എല്ലാവർക്കും അറിയുന്നതാണ്, ഇസ്ലാം. മൂന്നാമത്തെ ചോദ്യമാണ്, നബിയുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം ഇവയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സുന്നത്തിൻ്റെ നിർവചനമാണത്. നബിയുടെ വാക്ക്, പ്രവൃത്തി, അതുപോലെ ഉദ്ദേശം, മൗനാനുവാദം ഇവയാണ് സുന്നത്ത്. അപ്പോൾ സുന്നത്ത് എന്നാണ് ഇതിൻ്റെ ഉത്തരം. നാലാമത്തത്, സ്വഹാബികളിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ 10 ആണ്. എത്ര ആളുകളാണെന്നാണ് ചോദ്യം. 10 ആളുകൾ. അതിൻ്റെ ഉത്തരം 10 എന്നാണ് ഇതിൻ്റെ. അഞ്ചാമത്തത്, അമ്പിയാക്കളിൽ നിന്ന് മോചിതത്തായി സംഭവിക്കുന്ന കാര്യങ്ങൾ. ഔലിയാക്കളിൽ നിന്നാകുമ്പോൾ പറയുന്ന പേര്. അത്ഭുതങ്ങൾ, അസംഭവ്യമായ അസാധാരണമായ സംഭവങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുന്നില്ല. എനിക്ക് ഔലിയാക്കളിൽ നിന്നാകുമ്പോൾ കറാമത്ത് എന്നാണ് പറയാം. അമ്പിയാക്കളിൽ നിന്നാകുമ്പോൾ മോചിതത്ത് എന്ന് പറയും. അപ്പം എൻ്റെ ഉത്തരം കറാമത്ത്. അടുത്തത് ശരി തെറ്റ് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ അതിൽ ശരി അടയാളപ്പെടുത്തുക. അതിൽ 5 ചോദ്യങ്ങളാണ്. ഒന്നാമത്തത്, സൂറത്തുകളുടെ എണ്ണം. ഖുർആനിൽ മൊത്തം എത്ര സൂറത്തുകളുണ്ട്? അത് വളരെ എളുപ്പമാണ്, 114. അവിടെയാണ് ശരി ഉത്തരം അടയാളപ്പെടുത്താൻ. രണ്ടാമത്തത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട വർഷങ്ങൾ. എത്ര വർഷം കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്? 23. അപ്പോൾ 23 അവിടെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. മൂന്നാമത്തത്, ജിന്നും ഷെയ്ത്താനും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമാണ്. നാലാമത്തത്, പരലോകത്തേക്കുള്ള കൃഷിസ്ഥലം. അത് ഇഹലോകമാണ്, ഈ ലോകം. അതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. അഞ്ചാമത്തത്, ഭയാനകരമായ ഒരു തീ പുറപ്പെടൽ. ഖിയാമത്ത് നാളിൽ തീ പുറപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ നിന്നാണ്? അത് യമനിൽ നിന്നാണ്. അതിൻ്റെ ഉത്തരം യമനിൽ നിന്നാണ്. അടുത്തത്, വ്യക്തമാക്കാം, അതായത് പൂരിപ്പിക്കാം ബാക്കിയുള്ള ഭാഗങ്ങൾ. ഉമ്മുൽ ഖുർആൻ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. അവിടെ അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. രണ്ടാമത്തത്, ആദ്യം ഖുർആൻ ഇറങ്ങിയ സ്ഥലം ഹിറാ ഗുഹയിലാണ്. അവിടെ ഉത്തരം ഹിറാ ഗുഹയിൽ. മൂന്നാമത്തെ ചോദ്യം, നബിതങ്ങൾ വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബികളുടെ എണ്ണം. എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? 100,000-ൽ പരം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ഗവർണറാക്കിയത് ആരെ? ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ഗവർണറാക്കിയത് ആരെയാണ്? ഇതിൻ്റെ ഉത്തരം അംർ ഇബ്നുൽ ആസ് എന്നാണ് ഇതിൻ്റെ ഉത്തരം. അഞ്ചാമത്തത്, തൗഹീദ് എന്നാൽ എന്താണെന്ന ചോദ്യം. അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഇതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന വിശ്വാസം. ഇതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത്, പൂർത്തീകരിക്കാം. ഹദീസാണിത്. സതഫ്തരിഖു ഉമ്മത്തി ഡാഷ് ഫിന്നാർ. അപ്പോൾ അവിടെ സതഫ്തരിഖു ഉമ്മത്തി കഴിഞ്ഞിട്ട് അവിടെ വിട്ട സ്ഥലത്ത് അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ. അപ്പോൾ അത് കാണാതെ പഠിക്കണം നിങ്ങൾ. അലാ 73 73 അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ. അവിടെ വിട്ട സ്ഥലമുണ്ട്. ഫിന്നാർ കഴിഞ്ഞിട്ട് വിട്ട സ്ഥലത്ത് അവിടെ ഇല്ലാ വാഹിദ എന്ന് എഴുതണം. ഇല്ലാ വാഹിദ. അപ്പോൾ ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഖാല മാ അന അലൈഹി വ അസ്ഹാബി. മാ അന അലൈഹി, അവിട്ട സ്ഥലത്ത് മാ അന അലൈഹി വ അസ്ഹാബി എന്ന് എഴുതണം. രണ്ടാമത്തെ അവിടെ പൂരിപ്പിക്കാനുള്ളത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതൊരു ആയത്താണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കാം. മൂന്നാമത്തത് ആയത്താണ്, ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ. അതും നിങ്ങൾ അവിടെ കാണാതെ പഠിക്കുക. അത് ഫില്ല് ചെയ്യണം. അതും ആയത്താണ്. നാലാമത്തതും ഒരു ആയത്താണ്. ഫബിഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ
ഇബാദക്കൽ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ എന്നാണ് അവിടെ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. അഞ്ചാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം. ഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ സൂറത്ത് യാസീൻ എഴുതിയാൽ മതി. അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാണ്? പരലോകം എന്നാണ് അതിൻ്റെ ഉത്തരം. അതുപോലെ മൂന്നാമത്തത് സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് റിദ്ദത്ത് എന്നാണ് അവിടെ എഴുതേണ്ടത്. നാലാമത്തത് ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണേത്? ഷെയ്ത്താൻ എന്നാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത്. സൃഷ്ടികൾക്ക് പല സംഗതികളും അറിയാം, എന്നാൽ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഗൈബ്, മറഞ്ഞ കാര്യം. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തതായി വേർതിരിക്കാം. ഇവിടെ 2 കോളങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അൽ ഖുലഫാ റാഷിദൂൻ. ഖുലഫാ റാഷിദീങ്ങൾ 4 നമുക്കറിയാം. 4 മഹാന്മാരുടെ പേര് ഇതിലുണ്ട്. അത് തിരഞ്ഞെടുത്ത് അവിടെ എഴുതുക. മറ്റേ കോളത്തിൽ മദ്ഹബിന്റെ ഇമാമികളും 4 നമുക്കറിയാം. 4 ഇമാമിങ്ങൾ. അപ്പോൾ ഈ ഇതിൽ പേരുകൾ മിക്സ് ചെയ്തിട്ട് ഒരുപാട് ഇമാമികളുടെ പേരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ്, ഇമാം ഷാഫി, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവാം, അഹ്മദ് ഇബ്നു ഹംബൽ, അലി ബിൻ അബി ത്വാലിബ്, ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ പേരുണ്ട്. പക്ഷെ എല്ലാം എഴുതണ്ട. നമ്മൾ അൽ ഖുലഫാ റാഷിദൂൻ എന്ന കോളത്തിൽ 4 ഖുലഫാ റാഷിദീങ്ങളുടെ പേര് എഴുതുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, 4 മഹാന്മാരുടെ പേര്. അടുത്ത മദ്ഹബിന്റെ ഇമാമികളുടെ കൂട്ടത്തിൽ 2 ആളെ ഇതിലുള്ളൂ. ഒന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ. ഈ 2 ആളെ പേര് എഴുതിയാൽ മതി, മറ്റുള്ള പേര് എഴുതരുത്. അടുത്തത് ആശയം എഴുതാം. അതിന്റെ അർത്ഥമാണ് എഴുതേണ്ടത്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അതിന്റെ അർത്ഥം എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് ഇന്ന ശിർക ലളുൽമുൻ അളീം. തീർച്ചയായും ഷിർക്ക് അതിഗുരുതരമായ അക്രമമാണ്, വലിയ പാപമാണ്, അക്രമമാണ് എന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തത് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥാനമാണ് എന്നൊക്കെ എഴുതാണ് അതിന്റെ അർത്ഥം. നാലാമത്തത് മൻ അഹ്ദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഞ്ചാമത്തത് ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. തീർച്ചയായും ശൈത്വാൻ മനുഷ്യരുടെ വ്യക്തമായ ശത്രുവാണ്. ഇനി നമുക്ക് ഉത്തരം എഴുതാം. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര്? അത് എളുപ്പമുള്ള ഉത്തരമാണ്, ശൈത്വാൻ എന്ന് എഴുതിയാൽ മതി. അടുത്തത് രണ്ടാമത്തത് ഇബാദത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ഇബാദത്ത് എന്നാൽ എന്ത്? അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. മൂന്നാമത്തത് ക്രൈസ്തവർ യേശുവിനോട് നടത്തുന്ന സഹായാഭ്യർത്ഥന പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥനയാണ്. എന്താണ് കാരണം? എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം ആരാധനയാണെന്ന് വിശ്വാസത്തോടെയാണ് അവർ യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം ആരാധനയാണെന്ന വിശ്വാസത്തോടെയാണ് അവർ യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം അങ്ങനെയാണ് ഇതിൻ്റെ. നാലാമത്തത് യൂസുഫ് നബിയുടെ ദുആ എന്ത്? യൂസുഫ് നബിയുടെ ദുആ എന്ത്? തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അഞ്ചാമത്തെ ചോദ്യം ഷിർക്ക് എന്നാൽ എന്ത്? ഷിർക്ക് എന്നാൽ എന്ത്? അല്ലാഹു അല്ലാതെ, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. മറ്റൊരു വിഷയവുമായി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.